ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെറിയമ്മ കൂടെ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും എന്നെ എതിർത്താലും സത്യത്തില് എനിക്കൊരു പ്രശ്നവുമില്ല. ഓ, കൃഷ്ണൻ തെളിയിക്കുമ്പോ തെളിയിച്ചോട്ടെ തിരുമേനി. ആദ്യം കട്ട മുതലിന്റെ ബാക്കി ഇങ്ങോട്ട് എത്തിക്കാൻ നോക്ക്. ഏട്ടാ, എന്തായാലും വരുണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി കണ്ടെത്തിയ കുടുംബം കൊള്ളാം. ആദ്യം കേറി വന്ന് ഒരുത്തിയെ വെച്ച് അച്ഛനും അമ്മയും ഒരുപാട് പയറ്റിയതാ. അവള് പിന്നെ പണമായിട്ട് വാങ്ങിച്ച കുടുംബത്തിലെത്തിച്ചത്. അടുത്തവക്ക് പിന്നെ അത് പറ്റില്ലല്ലോ. ഇവള് നിഷ്കളങ്കയല്ലേ. അതുകൊണ്ട് നിലവറ തുറന്ന് സ്വർണം മോഷ്ടിച്ച് കുടുംബത്തിലങ്ങ് എത്തിച്ചു. ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് സംബന്ധം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് വരുൺ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതെ ഇവിടെ നിൽക്കുന്നതായിരുന്നു. നിർത്ത്. എന്റെ അമ്മയുടെ കഴുത്ത് കിടക്കുന്ന മാലയുടെ കാര്യത്തിന് എന്തുത്തരം പറയണമെന്ന് എനിക്കിപ്പോ അറിയാം. പക്ഷെ ഒരു കാര്യം സത്യ, ഇവിടെ നിലവറയിൽ ഇരുന്ന ഒരു മാല ആരും അറിയാതെ എന്റെ അമ്മയുടെ കഴുത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് പുറകിൽ ഒരു ചതി നടന്നിട്ടുണ്ട്. അന്നത്തിന്റെ മുൻപിന്ന എന്റെ അച്ഛനമ്മയെ നിങ്ങൾ അപമാനിച്ച് പുറത്തുവിട്ടത്. നാണം കെട്ട് കരഞ്ഞു നിൽക്കുന്ന ഇവര് സാക്ഷിയായിട്ട് ഞാൻ പറയാം. ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളില് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് എന്റെ കൃഷ്ണൻ എനിക്ക് തെളിയിച്ചു തരും. അമ്മ, ഒരാഴ്ച എനിക്ക് സമയം താ. അമ്മയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഞാൻ ഈ കണിമംഗലത്തിന്റെ പടി ഇറങ്ങിക്കോളാം. അവധിയൊന്നും കൊടുക്കാൻ പറ്റില്ല എടുത്തി. ഇപ്പൊ ഇറങ്ങിക്കോണേ ഇവിടെ ഇവിടുന്ന്. പറ്റില്ല. കണിമംഗലം കുടുംബത്തിന്റെ അടിവേരെടുക്കാൻ നിങ്ങളും ഈ നിൽക്കുന്ന ഏട്ടത്തിയും ചെയ്തൊന്നും രാധിക ചെയ്തിട്ടില്ല. എന്നെ ചതച്ചത് ആരായാലും സൂക്ഷിച്ചോ. ഞാൻ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇതിന്റെ സത്യം ഞാൻ കണ്ടെത്തിയിരിക്കും. ഭഗവാൻ കൃഷ്ണനാണ് സത്യം. എല്ലാം ഭഗവന്തനും ഇത്രയും വലിയ കാര്യം നടന്നിട്ടും അവളെ ഇവിടെ ഇറക്കി വിടാൻ പറ്റിയില്ലല്ലോ ചെറിയമ്മ. ഇതിനാണോ നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്? ചെറിയമ്മ ഇത്രയ്ക്ക് ബുദ്ധി പ്രയോഗിച്ചിട്ടും
അവൾ ഇതിനകത്ത് തന്നെയുണ്ട്. അവൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷേ അവള് പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? ഒരാഴ്ചക്കുള്ളില് അവളും അവളുടെ കുടുംബക്കാരും നിരപരാധികളാണെന്ന് തെളിയിക്കുമെന്നല്ലേ? അതെങ്ങനെ തെളിയിക്കാനാ? കണിമംഗലത്ത് നിന്ന് നഷ്ടപ്പെട്ട സ്വർണം തിരികെ വരണ്ടേ? ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് മുഴുവൻ കൈമറിഞ്ഞു പോയിരിക്കും. നഷ്ടപ്പെട്ട ആഭരണത്തിന് പകരം അവരെന്തെങ്കിലും ചെയ്ത് പകരം ആഭരണങ്ങൾ കൊണ്ടുവന്നാലോ? കണിമംഗലത്തുനിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള ആഭരണങ്ങളാ. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഏട്ടത്തിക്കറിയാം. അത് തന്നെ തിരിച്ചെത്തണം. പിന്നെ അവളുടെ വെല്ലുവിളി, അവളുടെ ഭഗവാൻ അവളുടെ കൂടെയുണ്ട്. ഭഗവാൻ അവൾക്ക് എല്ലാം നേടിക്കൊടുക്കും. ആ ഭഗവാനെ പൂജിക്കുന്ന മനുഷ്യനെയാ നാണം കെടുത്തി നമ്മൾ കണിമംഗലത്തിന്റെ പടിയിറക്കി വിട്ടത്. എന്നിട്ടല്ലേ ദിവസം പൂജാമുറി കയറിയിരുന്ന് മോങ്ങുന്ന അവള്. ചെറിയമ്മേ, അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, പ്രത്യേകിച്ച് വരുൺ തിരിച്ചു വരുമ്പോ. പക്ഷെ അമ്മയുടെ മനസ്സ് മാറരുത്. ഏട്ടത്തിയുടെ മനസ്സിലെത്തി ഒരിക്കലും കെടില്ല. അതിനി ഏട്ടൻ പറഞ്ഞാലും വരുൺ പറഞ്ഞാലും. എങ്ങനെയാണത് ആളി കത്തിക്കേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ നോക്കിക്കോ കൽപ്പനെ, ഒരാഴ്ച തികയുമ്പോ ഒരു സെക്കൻഡ് പോലും തെറ്റാതെ അവളീ വീട്ടിൽ നിന്നിറങ്ങും. നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നോക്കിയവളെ മുടിക്കുത്തിനെ പിടിച്ച് വലിച്ചെറിയണ്ടേ നിനക്ക്? വേണം ചെറിയമ്മേ. കണക്കുകൾ കുറച്ചൊന്നും അല്ല എനിക്ക് അവളോട് തീർക്കാനുള്ളത്. നമുക്കൊരു ഗ്രഹണകാലം ഉണ്ടായിരുന്നു. അതൊരാഴ്ച കൂടി തുടരും. അവള് കള്ളിയാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി നിന്നെയും ഗൗതമനെയും അവള് മുറിയിൽ അടച്ചിട്ടതുകൂടി ഏട്ടത്തെ വിശ്വസിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മള് വിശ്വസിപ്പിക്കും. അപ്പോ നീ പരിശുദ്ധയും അവള് കുറ്റവാളിയും ആവും. കൊണ്ടുപോട്ടെ ദേവനാരായണൻ തിരുമേനി. എന്നിട്ട് വെറുതെ വിടാനോ? എവിടുന്ന്? എന്നിട്ട് ബാക്കി ഗൗതവും സിഐയുടെ ആൾക്കാര് നോക്കിക്കോളും. കുടുംബത്തിനകത്ത് കയറി അരിഞ്ഞു വീഴ്ത്തു ഓരോന്നിനെയും. ആറ്റുവാശ്ശേരി കുടുംബം ഈ ഭൂമിയിൽ ഇല്ലാന്ന് കരുതി ഭൂമിയുടെ കറക്കൊന്നും നിൽക്കില്ല. ചെറിയമ്മേ, ചെറിയമ്മയുടെ ഈ വാശിയുണ്ടല്ലോ, ചെറിയമ്മയുടെ ഈ ബുദ്ധിയുണ്ടല്ലോ, സത്യത്തില് ഞാൻ തൊഴുതു. ചെറിയമ്മ കൂടെ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും എന്നെ എതിർത്താലും സത്യത്തില് എനിക്കൊരു പ്രശ്നവുമില്ല.